കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരായ അഴിമതി ആരോപണത്തിൽ നിയമസഭയിലും ഒളിച്ചുകളി. ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ധനമന്ത്രി മറുപടി നൽകിയില്ല. അനിൽ അംബാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് മറുപടി നൽകാതിരുന്നത്. കെ.ആർ. സാജു ചേരുന്നു. സാജു, സഭയിലും ഈ വിഷയം വന്നിട്ടുണ്ട്. അന്ന് ചോദിച്ചപ്പോൾ ധനമന്ത്രി ഉൾപ്പെടെ പ്രതികരിച്ചില്ല എന്നാണ് അറിയുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ധന്യ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടി രൂപ നിക്ഷേപിച്ച് ആ പണം നഷ്ടമായ വിവരം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രേഖകൾ സഹിതം പുറത്തുവിട്ടത്. അപ്പോൾ ധനമന്ത്രിയും മുൻ ധനമന്ത്രിയും ഒക്കെ സ്വീകരിച്ചിരുന്ന നിലപാട് ഇതൊരു പുതിയ കാര്യമല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്ന നിലയിലാണ്. സർക്കാർ അറിഞ്ഞുകൊണ്ട് നഷ്ടം വരുത്തിയതല്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ നൽകി. പക്ഷേ സർക്കാരിൻ്റെ ഒളിച്ചുകളി ഇന്നലെ പ്രതിപക്ഷ നേതാവ് രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് അക്കാര്യം സമ്മതിക്കാൻ തയ്യാറായത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭ രേഖകളുമായി ബന്ധപ്പെട്ടതാണ്. നിയമസഭയിൽ 6 മാസം മുമ്പ്, കാരണം സമയം നോക്കുകയാണ്, 2024 ജൂലൈ ആദ്യം ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾ നിയമസഭയ്ക്ക് മുന്നിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി വരുന്നുണ്ട്. ആ ചോദ്യത്തിൽ ആദ്യത്തേത് ഉണ്ടായിരുന്നത് MLA-മാരായ PC വിഷ്ണുനാഥ്, TJ വിനോദ്, M വിൻസെന്റ് എന്നിവർ ഉന്നയിക്കുന്ന 4398 നമ്പർ ചോദ്യമാണ്. അതിൽ അനിൽ അംബാനിയുടെ കമ്പനിയുടെ നിക്ഷേപത്തെക്കുറിച്ചാണ് ആദ്യ ചോദ്യമായി ഉന്നയിക്കപ്പെട്ടത്. അതേ ദിവസം തന്നെ 4400ാമത്തെ ചോദ്യമായി നിക്ഷേപം, പലിശ നിരക്ക് എത്ര തിരിച്ചു കിട്ടി എന്നീ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അത് IC ബാലകൃഷ്ണനും K ബാബുവും AP അനിൽകുമാറുമായിരുന്നു ആ രണ്ടാമത്തെ ചോദ്യം ഉന്നയിച്ചത്. നാളിതുവരെ, അതായത് 6 മാസം പിന്നിടുന്നു ആ ചോദ്യങ്ങൾ വന്നിട്ട്, നാളിതുവരെ ധനമന്ത്രി KN ബാലഗോപാൽ അതിന് നിയമസഭയിലെ MLA-മാർക്ക് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് നിയമസഭാ വെബ്സൈറ്റിന്റെ ആർക്കൈവുകൾ തെളിയിക്കുകയാണ്. അതായത് ഇന്നലെ രേഖകൾ സഹിതം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സമ്മതിക്കാൻ ധനമന്ത്രി അടക്കമുള്ളവർക്ക് തയ്യാറാകേണ്ടി വന്നിരുന്നത് എന്നാണ് ഈ രേഖയിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യമുണ്ട്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ റിപ്പോർട്ടിൽ പോലും ആദ്യഘട്ടങ്ങളിൽ ഈ പണം നിക്ഷേപിച്ചതും അത് നഷ്ടമായതും ഒന്നും സൂചിപ്പിച്ചിരുന്നില്ല. പിന്നീടാണ് അവ വരുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒളിച്ചുകളി ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് 6 മാസമായിട്ടും ധനമന്ത്രി മറുപടി നൽകുന്നില്ലെങ്കിൽ, ആ മറുപടി നൽകിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വരുമായിരുന്നു. അത് പുറത്തു വന്നാൽ വിവാദമാകുമെന്ന് സർക്കാരിന് ഉറപ്പായിരുന്നു. അപ്പോൾ ആ വിവാദം തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെങ്കിലും ഉണ്ടാവരുത് എന്ന് കരുതി കഴിഞ്ഞ 6 മാസമായി അതിന് ഉത്തരം നൽകാതെ കൊണ്ടുപോവുകയാണ് ധനവകുപ്പ് ചെയ്തിരുന്നത്. തന്നെയാണ്. ശരി സാജു.